أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ ഖിദമ് എന്ന് പറയുന്ന സെൽബിയ സിഫത്തിനെ കുറിച്ച് അല്പം സംസാരിച്ചു. ദലാലത്തിൽ ഇൽത്തിസാമ് കൊണ്ടിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ഖിദമ് എന്നുള്ള സിഫത്തിനെ നമ്മൾ സ്ഥിരപ്പെടുത്തി. ഖിദമ് ഇല്ല എന്ന് നമ്മൾ സമ്മതിച്ചുകൊണ്ട് നാം ചിന്തിച്ചു നോക്കിയപ്പോൾ അത് ഏതിലേക്ക് വരുന്നുണ്ട്? അത് ഒന്നുകിൽ തസൽസുലിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ദൗറിലേക്ക് വരുന്നുണ്ട്. ഏതൊരു കാര്യവും തസൽസുലും ദൗറിലേക്കും എത്തിപ്പെടുന്നുണ്ടോ അതെല്ലാം മുഹാലാണ്, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മുഹാലിലേക്ക് ചേർത്ത ഒന്ന് മുഹാലാണ്, അഥവാ ഖദീം അല്ല എന്നുള്ളത് അള്ളാഹു തആലക്ക് വരാൻ പാടില്ല. അള്ളാഹു ഖദീം ആയേ പറ്റൂ. പിന്നെ ഖിദമ് എന്നുള്ളതിന് രണ്ട് അർത്ഥം പറയാറുണ്ട്. ഒരർത്ഥം അള്ളാഹുവിനെ കുറിച്ച് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്, മറ്റൊരർത്ഥം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പറ്റുന്നതുമാണ്. പാടില്ലാത്ത പ്രയോഗം ഖിദമ് എന്ന് പറഞ്ഞാൽ സമനിയായ ഖിദമാണ്. എന്ന് പറഞ്ഞാൽ ഖദീം സൂറത്ത് യാസീനിലൊക്കെ പറഞ്ഞതുപോലെ ഹത്താ ആദക്കൽ ഉർജൂനുൽ ഖദീം, ദ്രവിച്ച് പഴകിയ ഈത്തപ്പന മട്ടലുപോലെ എന്ന് പറഞ്ഞല്ലോ. അവിടെ പഴകിയത്, പഴയത് എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുന്നു. അതായത് ഒരു കാലഘട്ടത്തിന് മുമ്പുള്ളത്, അത് സമന് കൊണ്ട് തഖദ്ദുമായത്, കുറെ പഴക്കമുള്ളതാണ്. ബൈത്തുൻ ഖദീമുൻ, പഴയ വീട്. സൗബുൻ ഖദീമുൻ, പഴയ വസ്ത്രം. അപ്പോൾ പഴയത് അല്ലെ, അതുപോലെ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഇതൊക്കെ സമനിയായ ഖിദമാണ്. അത്തരത്തിൽ സമാനിനോട് ബന്ധപ്പെട്ടും കൊണ്ടുള്ള ഖിദമ് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു തആല എല്ലാറ്റിനെയും മുമ്പ് ഉണ്ടായവനാണ് എന്ന് പറയുമ്പോഴും അവിടെ സമയമാണ് വരുന്നത്. എല്ലാറ്റിനും മുമ്പ് അള്ളാഹ് ഉണ്ടായിന്ന് പറയാം. അങ്ങനെ മുമ്പ്, എല്ലാറ്റിനെയും മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു സമയം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആ പ്രയോഗങ്ങളൊന്നും അള്ളാഹുവിനെ കുറിച്ച് പറയില്ല. ഇവിടെ ഖിദമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ വുജൂദിനിക്കൊരു തുടക്കമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അവന്റെ അസ്തിത്വത്തിനിക്കൊരു തുടക്കമില്ല എന്നുള്ളത്. അപ്പോ പഴയത്, പൗരാണികമായത്, പണ്ടേയുള്ളത് എന്ന അർത്ഥത്തിനൊന്നും അള്ളാഹുവിന്റെ ഖിദം ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് അവന്റെ അസ്തിത്വത്തിന് തുടക്കമില്ലാത്തത് എന്ന അർത്ഥത്തിനാണ് അള്ളാഹുവിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഖിദം അള്ളാഹുവിനെ പറ്റി പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ എന്നുണ്ടായി എന്നുള്ള ചോദ്യം അസ്ഥാനത്താണ് എന്ന് പറയുകയാണെങ്കിൽ, അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന വ്യക്തിയോട് നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം തന്നെ അസ്ഥാനത്ത്. കാരണം അള്ളാഹു തആല ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. അള്ളാഹുവിനെ ആരാണ് പടച്ചത് എന്നുള്ള ചോദ്യം വരണമെങ്കിൽ അള്ളാഹു ഇല്ലാത്തവനായിരുന്നു, നമ്മളെ പോലെയൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ പോലെ ഇല്ലാത്തവനായിരുന്നു, പിന്നീട് അവന് പടക്കപ്പെട്ടു എന്നാണല്ലോ. അപ്പോ ആ ചോദ്യം തന്നെ ശരിയില്ല. കാരണം അള്ളാഹ് എന്ന് പറഞ്ഞത് അവന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അവൻ വാജിബുൽ വുജൂദ്, ഖിദമ് എന്ന് പറയുന്നത് വാജിബുൽ വുജൂദാണ്. അസ്തിത്വം അനിവാര്യമായവനാണ്. അവനക്ക് ഖിദമ് എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം, അതിന്റെ ആ ചോദ്യം തന്നെ ശരിയില്ല. എന്തുകൊണ്ട്? സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഇല്ലാത്തൊരവസ്ഥ അവൻ മുൻകടന്നിരിക്കണം എന്നാണല്ലോ വരുന്നത്. അതുകൊണ്ടല്ല അവന് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോ മുംകിനാത്തുകളെ കുറിച്ചാണ്. എല്ലാ മുംകിനായ വസ്തുക്കൾ, നമ്മൾ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന് പറയുന്നതായ, ഇബ്ലീസ് ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്നൊക്കെ പറയപ്പെടുന്നതായ, അല്ലെങ്കിൽ യുക്തിവാദി നിരീശ്വരവാദികൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ സംശയമായിട്ട് ഉയർന്നു വരുന്ന ഈ ചോദ്യത്തിന് മറുപടി, ആ ചോദ്യം എവിടെന്നാ വരുന്നത്? അള്ളാഹുവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുംകിനാത്തുമായിട്ട് ഖിയാസ് ചെയ്തിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തുള്ള, നമ്മുടെ ചിന്താ മണ്ഡലത്തിലുള്ള, നമ്മുടെ കൽബിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫിക്റിന്റെ മേഖലയിലുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് പരിശോധിച്ചാലും അത് എന്താണ്?
ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടായതാണ്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഒരു പാശ്ചാത്തലം മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനോട് ഖിയാസാക്കിക്കൊണ്ട് നമ്മൾ പറയുകയാണ്. ഇവിടെ കാണുന്ന ഏതൊരു വസ്തുവിനും സമയബന്ധിതമാണ്, സ്ഥലബന്ധിതമാണ്. സ്ഥല സമയത്തിനാൽ ബന്ധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു നിശ്ചയ സമയമുണ്ടാകും. അത് അന്നു മുതലാണ് അത് ഉണ്ടായത്, അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുന്നു. എന്നാൽ മുംകിനാത്ത്, അതായത് മുംകിനായിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അതുണ്ടാവാൻ ഒരു കാരണം വേണം. അതാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. എല്ലാ കാര്യത്തിനും ഒരു കാരണം വേണമെന്ന് പറയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ദൈവത്തിനൊരു എന്താണ് കാരണം, ദൈവം ഉണ്ടാവാൻ കാരണം എന്താണ്, ദൈവത്തിന് ഉണ്ടാക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് യുക്തിവാദികൾ പറയാറുണ്ട്. നമ്മൾ മറുപടിയാണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഉണ്ടാവൽ അനിവാര്യതയില്ലാതെ, ഉണ്ടാവൽ അനുവദനീയമായ, ഉണ്ടാവലും ഉണ്ടാവാതിരിക്കാനും പറ്റുന്നതായ ഒരു വസ്തു ഉണ്ടാവാൻ കാരണം വേണം. ഇതാണ് നമ്മൾ പറയുന്നത്. എല്ലാത്തിനും കാരണം വേണം നമ്മൾ പറയുന്നില്ല. ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും അനുവദനീയമായ, ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കൽ നിർബന്ധമല്ല, ഉണ്ടാവൽ നിർബന്ധമല്ല, ഉണ്ടാവാതിരിക്കലും നിർബന്ധമല്ല, വാജിബുമല്ല മുസ്തഹിലുമല്ല, മുംകിനാണ്. മുംകിനായിരിക്കുന്ന ഒരു കാര്യം അത് മൗജൂദാവണമെങ്കിൽ അതിനൊരു സബബ് വേണം. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? മുംകിനാത്തിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച എന്നുള്ളതാണ്. ഈ മുംകിനാത്തിനെ കുറിച്ചുള്ള ചർച്ച എവിടേക്ക് കൊണ്ടുപോകരുത്, വാജിബിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവർ ഈ ചോദ്യം നമ്മോട് ചോദിക്കുന്നത്. അത് നമ്മൾ അവിടെ മനസ്സിലാക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അത് തിരിയാതെ പോകുന്നു. ഇവിടുത്തെ നമ്മുടെ നിലപാടുണ്ട്, നമ്മുടെ സമർത്ഥനം എന്താണ്? മുംകിനായ ഇല്ലത്തിന്റെയും ഒരു ഇല്ലത്ത് വേണമെന്നുള്ളതാണ്. വാജിബിന് എന്ത് വേണ്ട? ഇല്ലത്ത് വേണ്ടാത്തതാണ്. വാജിബ് എന്നുള്ളതാണ് ഇല്ലത്തുൽ ഇല്ലലാണ് എന്ന് പറയാ. എല്ലാത്തിന്റെയും ഇല്ലത്ത് അവനാണ്. ഇല്ലത്തൊന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചർച്ചയാണ്. നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ പ്രയോഗിക്കുന്നു. എല്ലാ മുംകിനാത്തുകളും അവസാനം ചെന്നെത്തേണ്ടതായിരിക്കുന്ന ഒരു ഇല്ലത്തുണ്ട്. ആ ഇല്ലത്തിന് എന്തുണ്ടാകാൻ പാടില്ല എന്നുള്ള ബുദ്ധി പറയുന്നുണ്ട്. അതിന് വേറെ ഇല്ലത്തുണ്ടായാൽ പിന്നെ അത് തസൽസലായി പോകും, അതുണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാത്തിന്റെയും ഇല്ലത്തായിരിക്കുന്ന ഒരുത്തനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അവൻ ആരുണ്ടാക്കിയെന്നുള്ള ചോദ്യം വിവരക്കേടാണ്, അല്ലെ ബന്ധിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബുദ്ധി, അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് എന്തല്ല, അത് ശരിയായ രീതിയിലുള്ള ലോജിക്കല്ല. അതായത് മുഖാലത്തെയും സഫ്സത്തെയും കലർന്നതായിരിക്കുന്ന ചോദ്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ എന്താണ്? അള്ളാഹുവിന് മുംകിനുമായി ഇങ്ങോട്ട് തുലനം ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് അടിസ്ഥാനപരമായിട്ട് ആ ചോദ്യം തന്നെ ശരിയായിട്ടില്ല. അള്ളാഹു എന്ന് പറയുന്നത് വാജിബുൽ വുജൂദാണ്. വാജിബുൽ വുജൂദിനൊരു ഇല്ലത്ത് തേടുക എന്നുള്ളത് എന്തല്ല, ശരിയായതല്ല. മുംകിനാണ് ഇല്ലത്ത് തേടേണ്ടത്. അപ്പൊ നമ്മുടെ ലോകത്തുള്ള വസ്തുക്കളൊക്കെ മുംകിനായതുകൊണ്ട് അതിന് ഇല്ലത്ത് വേണം. പക്ഷെ മുംകിനല്ലാത്തതിന് എന്തും ഇല്ലത്ത് വേണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അവർ പറയുന്ന കാരണം എന്താണ്? ഈ ലോകത്തെ പടക്കാൻ ഒരാൾ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഈ ലോകം പണ്ടേ ഉള്ളതാണ്, ലോകം ഖദീമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകം ഖദീമായതുകൊണ്ട് അതിനെ പടക്കാൻ ഒരാവശ്യമില്ല. ഇല്ലാത്തൊരവസ്ഥ ലോകത്തിന്, പ്രപഞ്ചത്തിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിന് ഒരു ഖാലിക്കിന്റെ ആവശ്യമില്ല. ഇതാണ് അവർ പറയുന്ന ന്യായം. അവരിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം അനാദിയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ സൃഷ്ടാവിനെ ചോദിക്കുന്നത് അർത്ഥമില്ല. കാരണം അനാദിയായ ഒന്നിനും, അനാദിയായ ഒരു വസ്തു ഉണ്ടാവില്ല. അതിലേക്ക് ഇല്ലായ്മ എന്ന് പറയുന്നത് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് അതിന്റെ ഖാലിക്ക് ആരാൻ ചോദിക്കുന്നത് അസ്ഥാനത്താണ്. നമ്മൾ ഇതേ ചോദ്യം എവിടേക്ക് വെക്കും? അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹു ഖദീമാണ്. അള്ളാഹു എന്ന് പറയുന്നത് ആ ശക്തി ഉണ്ടെങ്കിൽ അവൻ ഖദീമാവൻ അനിവാര്യമാണ്. ഖദീമായ ഒരുത്തനെ കുറിച്ച് അവൻ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യവും അസ്ഥാനത്ത് തന്നെയാണ്. കാരണം അമാ സബത്ത ഖിദമുഹു ഇസ്തഹാല അദമുഹു എന്നുള്ള ഒരു ഖായിദ. ഒരു വസ്തുവിനിക്ക് ഖിദമ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഇല്ലാതാവാൻ പാടില്ല. ഒരു വസ്തു അത് എന്താകുന്നു? ഖദീമാകുന്നു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു അവസ്ഥയിലും അതിന്റെ മാക്കബുലും മാബായത് ഉണ്ടാകാൻ പാടില്ല. അതുമ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ പാടില്ല. അനാദിയാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഇല്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. ഇല്ലാത്ത അവസ്ഥ ഉണ്ടായാണ് മുംകിനായി കഴിഞ്ഞു. അതായത് അത് ഉണ്ടാവൽ ജായിസായി കഴിഞ്ഞു. ഖിദമ് എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും അതിനിക്ക് എന്തില്ല, എനിക്ക് അതുമ് മുൻകടക്കാത്തതാണ്. എന്ന് വെച്ചാൽ അത് ഇല്ലായ്മക്ക് ശേഷം ഉണ്ടാകുന്നല്ല. അപ്പോ ഖദീമാണെന്ന് സ്ഥിരപ്പെട്ടാൽ
അതില്ലാത്തൊരവസ്ഥ ഇല്ല എന്നുള്ളത് എല്ലാവരും പറയുന്നത്, ഈശ്വരവാദികളും നിരീശ്വരവാദികളും പറയുന്നുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കായികയാണ്. എന്നാൽ നമ്മൾ പറയുന്നു, നിങ്ങൾ പറയുന്നു പ്രപഞ്ചമാണ് കദീം, ഞങ്ങൾ പറയുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് കദീം. പ്രപഞ്ചം കദീമല്ല എന്ന് ആധുനിക ശാസ്ത്രവും കൂടി കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ അത് അംഗീകരിക്കുന്നു, പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ആ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയുന്നു, അവനാണ് കദീം എന്ന് വരുന്നു. ഈ പ്രപഞ്ചം ഹാദിസാണ്, അതിന്റെ സൃഷ്ടാവ് കദീമാണ് എന്ന് സ്ഥിരപ്പെടുന്നു. കദീമാവെന്നിരിക്കും എന്ത് വേണ്ടതില്ല, ഖാലിക്ക് വേണ്ടതില്ല. നിങ്ങൾ പ്രപഞ്ചത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നു, അതിനും എന്ത് ആവശ്യമില്ല, ഒരു ഖാലിക്കിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവനാര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം അസ്ഥാനത്താകുന്നു. പിന്നെ അപ്പൊ നമ്മൾ കിതാബിൽ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വലാകിൻ ഹാദാ ബുർഹാനുൻ ഇൽമിയുൻ വാളിഹുൻ ലാ യംകിനു യുമാറാ ഫിഹിൽ അഖ്ലു വലാ ബുദ്ദ അൻ യജ്മ ബിഹി. അപ്പോൾ അല്ലാഹു എനിക്ക് ഖിദം എന്നുള്ളത് ബുദ്ധി തർക്കിക്കുന്ന ഒരു കാര്യമല്ല, ബുദ്ധി അതുകൊണ്ട് ജസ്മ് ചെയ്യൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ വലാകിന്നൽ അഖല ബഅദ ദാലിക ഖദ് യഅജിസു അൻ തസവ്വുരി ഹാദൽ ഖിദമി. പക്ഷെ ബുദ്ധിപരമായിട്ട് ഈ ഖിദമിനെ തസവ്വുർ ചെയ്യാൻ ഏതിന് സാധ്യമായിക്കോണമെന്നില്ല, ബുദ്ധിക്ക് സാധ്യമായിക്കോണമെന്നില്ല. വഹലമുഹു അതിനെ ഹൽമ് ചെയ്യാൻ തഹലീലൻ വ തക്കീഫൻ, വിശകലനവും രൂപപ്പെടുത്തിയിട്ടും. തക്കീഫ് എന്ന് വെച്ചാൽ അതിനെ എങ്ങനെയാണ് എന്നുള്ളതും അത് എന്തെല്ലാമാണ്, എന്താണ് ഈ പറയുന്നതെന്ന് ഒരു വിശകലന രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളുവാനും അതിന് തസവ്വുറാക്കാനും നമ്മുടെ ഖയാലിന് കഴിയൂല. ഇതുകൊണ്ടാണ് ചില ഉപരിപ്ലവകാരികൾ പറയുന്നത് നമ്മൾ കേൾക്കും, മിൻ അജ്ലി ദാലിക തറാ ബഅദ സതഹീന, ചില സതഹീകളെ, അതായത് ഉപരിപ്ലവമായി ചിന്തിക്കുന്നവർ, ആയത്തിൽ ഇറങ്ങി ചിന്തിക്കാത്ത സതഹീങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. യഹൂഖു ഫീ നുഫൂസിഹിം ഹാദ തസാവുൽ, അവരുടെ ഹൃദയത്തിൽ ഈ ചോദ്യം ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങുന്നത് കാണാം. മനില്ലദീ ഖലഖല്ലാഹ്, അള്ളാഹ് ആരാണ് ഖൽഖ് സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരുന്നത് കാണാം. കാരണം ഈ ഖിദബ് എന്ന് പറയുന്നത് നമ്മുടെ അഖലിനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഖയാലിനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, പക്ഷെ അതിന് അംഗീകരിക്കുമെങ്കിലും അത് എങ്ങനെയെന്ന് പറയാൻ തക്കീഫോ തഹലീലോ ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ചോദ്യം ചിലർക്ക് വരുന്നത്. മസ്ദറു ഹാദ തസാവുൽ, ഈ ചോദ്യത്തിന്റെ ഉറവിടം കമാ ഖുൽതുൽ ഖാൻ എന്നോട് പറഞ്ഞതുപോലെ, അന്ന ഖയാല സായിലി ലാ യഹ്ലുമു സൂറത്തുൽ ഖിദമി, ചോദ്യകർത്താവിന്റെ ഖയാല് ഖുവത്ത് വാഹിമ അല്ലെ ഖുവത്ത് ഖയാലിയ, അത് ലാ യഹ്ലമു സൂറത്തുൽ ഖിദമി, ഖിദമിന്റെ സൂറത്തിന് അതിന് ഉൾക്കൊള്ളാൻ കഴിയൂല. നമ്മുടെ ഖയാലിനിക്ക് എന്താണ് ഖിദം, അതായത് കാലഗണന ഇല്ലാത്തത് എന്നോ ഒരു നിലക്കുള്ള കാലം ഇല്ലാത്തവനാണ് എന്നുള്ളത് നമ്മുടെ ഖയാലിനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല. മാനാഹു ബിൻ നിസ്ബത്തി ലിദാത്തില്ല, അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതിന്റെ അർത്ഥവും ആ ഖിദമിന്റെ സൂറത്തിനും ഖയാലിനിക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. വലമ്മാക്കാന ഇൻസാൻ മുതതല്ലിഅൻ, മനുഷ്യനായപ്പോൾ ഇലാ തസവ്വുരിൻ വലംസി കുല്ലി ഹഖീഖത്തിൻ തഅറുദു അലൈഹി ഫഇന്നഹു ലാ യഫ്തറു ഫി ദാലിക സുആലി, മനുഷ്യനെപ്പോഴും അവന്റെ ചിന്തക്കും ആലോചനക്കും പാത്രീഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാകുന്നതായ ഏതൊരു യാഥാർത്ഥ്യങ്ങളെ ലംസിച്ച് അത് തൊട്ടറിയുക, അതിനെ തസവ്വുറാക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു കൂടപ്പറപ്പാണ്. അവൻ അതിലേക്ക് എത്തിനോക്കുന്നവനാണ്. ഏതൊരു വിഷയം അവനിക്ക് ബന്ധു ചേരുന്ന ഏതൊരു വിഷയത്തെയും അടുത്തറിയാനും തസവ്വുറാക്കാനും വേണ്ടി അവൻ ശ്രമിക്കും. ഇതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ചിന്ത, ഈ ചോദ്യം അവന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ ഖലഖല്ലാ എന്നുള്ള ചോദ്യം ചോദിക്കാൻ കാരണം എന്തുകൊണ്ട്? മനുഷ്യൻ ഏതൊരു വിഷയം അവന്റെ ഖയാലിൽ വരുന്ന, തസവ്വുറിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംസ് ചെയ്യുക, അതായത് തൊട്ടറിഞ്ഞത് ശരിക്കും അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ രൂപപ്പെടുത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം അവൻ ഹൃദയത്തിലേക്ക് വരുന്നത്. അതിനാൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ഇതിന്റെ അർത്ഥം അവന് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം അവന്റെ ഖയാലിലേക്ക് വന്ന മുഴുവൻ കാര്യങ്ങളും ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ കാര്യങ്ങളാണ്. അതിനോട് തുലനപ്പെടുത്തിയിട്ട് അവൻ ചിന്തിക്കുമ്പോഴാണ് ഇതെനിക്കൊരു
ബന്ധം ലഭിക്കാത്തത്. വലാകിന്നൽ ഇഷ്കാൽ യസൂലു ബിഇളായി ഹാദിൽ ഹഖീഖത്തി താലിയ. ഈ ഒരു യാഥാർത്ഥ്യത്തെ വ്യക്തമാവുന്നതോടുകൂടെ ഇഷ്കാലി നീങ്ങും. എന്താ ശേഷം പറയാനിരിക്കുന്ന ഈ ഹഖീഖത്ത്, അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സംശയം പമ്പ കടക്കും. മൻ ഖലഖല്ലാ എന്ന് പറയുന്നതായ സംശയം എന്താണ് നമ്മൾ പറയുന്നത്? ഇന്ന ജമിയ മദാരിക്കിൽ ഇൻസാനി ഇന്നമാ ഹുവ വലീദു തസവ്വുറാത്തിഹി. മനുഷ്യന്റെ മദ്റക്കുകൾ, അവന്റെ മുദ്റക്കാത്ത്, അവൻ ഗ്രഹിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും തസവ്വുറാത്തി, തസവ്വുറുകൾ എന്ന് വെച്ചാൽ അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അവൻ രൂപപ്പെടുത്തിയെടുത്ത എല്ലാ അറിവുകളും ഇന്നമാ തതജമ്മഉ ഫി ദിഹിനി, അത് ദിഹിനിൽ ഒരുമിച്ച് കൂടുന്നത്, അവന്റെ ഹൃദയത്തിൽ, അവന്റെ നഫ്സിൽ അത് ഒരുമിച്ച് കൂടുന്ന തരീഖ് നവാഫിദിൽ ഹവാസിൽ ഹംസി, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ജാലകങ്ങൾ മുഖേനയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിലുള്ളതായ അല്ലെ നമ്മുടെയൊക്കെ അറിവിലുള്ളതായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയത്തിലൂടെ നമുക്ക് ലഭിച്ച കാര്യങ്ങളാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വല്ലാഹു ഖലഖക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ സുമ്മ ജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. അല്ലേ? അങ്ങനെ തന്നെ ആയത്ത്. അള്ളാഹു നിങ്ങളെ ഒരു വസ്തുവും അറിയാതെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്ത് നിങ്ങളെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല. അള്ളാഹു നിങ്ങൾക്ക് പിന്നീട് സമഅ ബസർ അഫ്ഇദത്തൊക്കെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നേ. അപ്പോ സമഅ ബസറിന് അഫ്ഇദത്തിലൂടെയുമൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഹവാസുൽ ഹംസിന്റെ മുഖേനയാണ് നമ്മുടെ ദിഹിനിൽ തസവ്വുറാത്തും മദാരിക്കുകളൊക്കെ ഉണ്ടായിത്തീരുന്നത്. വഹാദായാനി, അതായത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അന്നൽ ഇൻസാന ലാ യഅഖിലു മിനൽ മുജറദാത്തുകളെ മനുഷ്യന് അവന് ഗ്രഹിക്കുകയില്ല. മുജറദാത്ത് വെച്ചാൽ അബൗദികമായ മാദ്ദ ഇല്ലാത്തതായ കാര്യങ്ങള്, അബൗദികമായ വിഷയങ്ങള്. മുജറദാത്തിന് അവന് ഗ്രഹിക്കുകയില്ല. ഇല്ലാ മാ കാന ലഹു മഖായീസുൻ വ നമാദിജു ഹിസ്സിയത്തും ഫീ ദിഹിനിഹി. തുലനം ചെയ്യപ്പെടാൻ പറ്റുന്ന വസ്തുക്കളല്ല അത് മുജറദാത്ത്. അതായത് മാദയിൽ നിന്ന് മുക്തമായതായ ദ്രവ്യമല്ലാത്ത വസ്തുക്കള്, അബോധികമായ വസ്തുക്കൾ അവൻ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്? അവന്റെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ഹിസ്സിയായ നുമൂദജുകളുടെ സാമ്പിളുകളുണ്ട്. ആ സാമ്പിള് മിഖ്യാസുകളും ഒരു തൂക്കും ഒരു അളവും ഒക്കെ ഉണ്ടാവും. ആ അളവിനനുസരിച്ചാണ് എന്ത് ചെയ്യുക മുജറദാത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫമാലം യസ്ബിഖ് ലഹു ഫീ ദിഹിനി അയ്യു നുമൂദജിൻ ഔ മിഖ്യാസിൻ. അവന്റെ ഹൃദയത്തിലേക്ക് ഒരു നുമൂദജും മിഖ്യാസും വന്നിട്ടില്ലാത്തൊരു വിഷയം ഫൈന മിനൽ മുഹാലി ബിൻ നിസ്ബത്തി ഇലൈഹി യതസവ്വറുഹു വയദ്രികഹു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയം അവനിക്ക് തസവ്വുറാക്കാനും ഇദ്റാക്ക് ചെയ്യാനും മുഹാലാണ്, അസാധ്യമാണ്. അപ്പൊ നമ്മൾ മുജറദാത്തായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, മുജറദാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിനോട് തുല്യമായതായിരിക്കുന്ന ഹിസ്സിയായ വസ്തുക്കളോട് കൂടെ എന്ത് ചെയ്തിട്ട് തുലനം ചെയ്ത് നോക്കിയിട്ടാണ് അവൻ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, മുജറദാത്തുകളെ മനസ്സിലാക്കുന്നത്. മുജറദാത്ത് ആ കാര്യത്തിന് നമ്മുടെ ദൃശ്യ പ്രപഞ്ചത്തിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ, നമ്മുടെ അനുഭവങ്ങളിൽ സാമ്പിളും അതിനോട് തുല്യപ്പെടുത്താവുന്ന കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, സംഗതി മനസ്സിലാവും. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നോക്കാം. ജന്മത്തിൽ തന്നെ കണ്ണ് കാണാത്ത ഒരാള്, അതായത് പ്രസവിക്കുമ്പോൾ അന്ധനായിട്ട് ജനിച്ച ഒരാൾ, അയാൾക്ക് നിറങ്ങളെ കുറിച്ച് എന്ത് തസവ്വുറുണ്ടാവുക? ഒരു തസവ്വുറുണ്ട്. ചുവപ്പ് കളറ്, പച്ച കളറ്, ഈ ഉടുത്ത വസ്ത്രം എന്താണ്, അത് നീല കളറാണ്, അല്ലെങ്കിൽ വെളുത്ത വസ്ത്രമാണ് മോനെ, നീ ധരിച്ചിരിക്കുന്ന തലപ്പാവ് വെള്ളയാണ്, നിന്റെ ഷർട്ട് വെള്ളയാണ്, നിന്റെ തുണി വെള്ളയാണ്, നീ ധരിച്ചിരിക്കുന്ന ആ ചെരുപ്പ് അത് ചുവപ്പ് കളറാണ്, നിന്റെ കയ്യിലുള്ള വാച്ച് അത് മറ്റൊരു വേറെ ഒരു സ്വർണ്ണ കളറാണ്. ഇതൊക്കെ അവനോട് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവന് എന്താണ് കളറ് എന്നുള്ളത് തസവ്വുറാക്കാൻ കഴിയൂല. പക്ഷെ അവന് അങ്ങനെ ഒന്നുണ്ട് എന്ന് അക്കല് കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കും. കളറ് എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നുള്ളത് അക്കലിനിക്ക് ഇദ്റാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ എങ്ങനെയാണ് ആ കളറ്? പച്ച എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടായതാണ്, പകലെന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് വെളിച്ചം, എന്താണ് ഇരുട്ട് എന്നുള്ളത് അവൻ കണ്ടിട്ടില്ലല്ലോ. കാരണം ജന്മനാ തന്നെ അന്ധനാണ്. അപ്പൊ ആ തസവ്വുറാക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അവന്റെ ഈ ഹിസ്സിലൂടെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. കാരണം ഹിസ്സില്ല അവനിക്ക്.
ഒരു ഹിസ് ഒഴിവായാൽ അവനക്ക് ഒരു ഇനം നഷ്ടപ്പെട്ടെന്നാണല്ലോ. അപ്പോൾ അവന് കാഴ്ച എന്ന് പറയുന്ന ഹാസത്ത് അൽ ബസർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കളറുകളെ കുറിച്ച് അവനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ കളർ ഉണ്ട് എന്ന് അവൻ ഗ്രഹിക്കുന്നുണ്ട്, തസവ്വൂറാക്കാൻ സാധ്യമല്ല. ഇതുപോലെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവന്റെ ഏതൊരു മുജറദായിരിക്കുന്ന ഏതൊരു വിഷയവും എന്താണ്, അത് എങ്ങനെ മനസ്സിലാക്കാൻ, സാധാരണഗതിയിൽ മനസ്സിലാക്കൽ അത് അവന്റെ ദിഹിനിൽ ഉള്ളതായിരിക്കുന്ന ഒരു രൂപത്തിനോട് തുലനപ്പെടുത്തിയിട്ടാണ് മനസ്സിലാക്കുക. ഉദാഹരണം വാല ഹാദൽ ഖിയാസി, ഈ ഒരു ഖിയാസ് അനുസരിച്ചിട്ട് ഫൈന്ന മിന സഹലി അലൈക അൻ തഫ്ഹമ സിഫത്ത റഹ്മത്ത് ഫീ ദാത്തില്ല, നിനക്ക് വളരെ എളുപ്പമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നതായ സിഫത്തിനെ, അള്ളാഹുവിന്റെ ദാത്തിലുള്ള റഹ്മത്ത് എന്ന സിഫത്തിനെ എനിക്ക് ഗ്രഹിക്കാൻ എളുപ്പത്തിൽ കഴിയും. എന്തുകൊണ്ട്? അള്ളാഹു തആലക്ക് അള്ളാഹുവിനിക്ക് റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്തുണ്ട്, അനുഗ്രഹം, റഹ്മത്ത് ചെയ്യുക എന്നുള്ളതുണ്ട്. എന്തുകൊണ്ട്? എന്നൊക്കെ തഹ്തഫ്ളു ഫീ ദിഹിനിക, നിന്റെ ദിഹിനിൽ നീ സൂക്ഷിക്കുന്നുണ്ട്, ബി തസവ്വുറാത്തിൽ മാനിഹ, ആ റഹ്മത്തിനുള്ള മാനകളുടെ ഓരോ രൂപങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട്. ഒരു ഉമ്മ കുഞ്ഞിനോടുള്ള കാണിക്കുന്ന റഹ്മത്ത്, ഒരു മൃഗം തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന റഹ്മത്ത്, തന്റെ കുഞ്ഞായിക്കോണമെന്നില്ല, ചെറിയ കുഞ്ഞുങ്ങളോട് പോലും, ചീറ്റപ്പുലി പോലും. നമുക്കറിയാലോ, ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കുരങ്ങിനെ വേട്ടയാടി പിടിച്ച പുള്ളിപ്പുലി, ഗർഭിണിയാ കുരങ്ങിനെ വേട്ടയാടി പിടിച്ച പുള്ളിപ്പുലി ഈ കുരങ്ങിനെ കൊല്ലുകയും കൊന്ന ഉടനെ ഇതിന്റെ വയറ്റിൽ നിന്ന് ഇത് പുറത്തേക്ക് ചാടുകയും ചെയ്തു, അല്ലെങ്കിൽ പ്രസവിച്ചു. ഈ പ്രസവിച്ച കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിനെയും തിന്നേണ്ടതാണല്ലോ, കാരണം തന്റെ മുമ്പിൽ കിട്ടിയ ഇരയാണ് തള്ളയും കുഞ്ഞും. ആ കുഞ്ഞിനെ തിന്നുന്നതിന് പകരം എന്ത് ചെയ്തു, അതിനെ വളരെ റഹമത്തോടുകൂടെ അതിനെ പരിചരിക്കുകയും ഉറക്കം ഒഴിച്ചുകൊണ്ട് അതിന് കാവൽ നിൽക്കുകയും ചെയ്തത് വീഡിയോയുടെ നമ്മളൊക്കെ ദർശിച്ചതാണ്. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളോടുള്ളായിരിക്കുന്ന റഹ്മത്ത്, അപ്പൊ ഇങ്ങനെയുള്ള റഹ്മത്തിന്റെ പല രൂപങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ളത് അള്ളാഹു റഹീമാണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ ആശയം മനസ്സിലാവുന്നു, വ്യത്യാസം ഉണ്ടെങ്കിലും. അപ്പോ നമ്മുടെ എപ്പോൾ മുജറദായിരിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് മുജറദാണ്, നമുക്കറിയില്ല. പക്ഷെ അതിന്റെ ഒരു തസവ്വുറാത്തുകൾ, അതിന്റെ ഓരോ മിസാലുകൾ, ആസാറുകൾ നമ്മൾ ഇവിടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അമിന സഹലി അലൈക അൻ തതസവ്വറ ലഹു സിഫത്തുൽ ആദിലി, അള്ളാഹുവിന്റെ നീതി എന്ന് പറയുന്ന ഗുണത്തെ നിനക്ക് രൂപപ്പെടുത്താൻ സാധ്യമാണ്. ജലാലി വൽ ഇക്റാം, അള്ളാഹുവിന്റെ ജലാലി ഇക്റാം തുടങ്ങിയതായിരിക്കുന്ന സിഫത്തുകളെ നിനക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. അന്നഹു ശദീദുൽ ഇഖാബ്, അവൻ ശക്തവാനായിരിക്കുന്ന ഇഖാബുടയവനാണ്, ശക്തിയാ ശിക്ഷിക്കുന്നവനാണ്. എന്തുകൊണ്ട്? അതൊക്കെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എന്നാ കുല്ലുഹ തഊദു മാന തൂജദു ഫീ ദിഹിനിക സൂറുല്ലഹ, നിന്റെ ദിഹിനിൽ ഇതിന്റെ സൂറത്തുകളൊക്കെ, അതിന്റെ മാനകൾ എന്റെ ഹൃദയത്തിലുണ്ട്. ആ മാനകളിലേക്കാണ് ഇത് പോകുന്നത്, നിന്റെ ആ ഖയാൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈൻകാനത്ത് ഹാദി സിഫാത്തു മുഖ്തലിഫത്തൻ ഫീ ദാത്തിഹി തആല അൻഹാ ഫീ ദവാത്തിൽ മഖ്ലൂഖീന. കണ്ടോ, ഈ സിഫത്തുകൾ അള്ളാഹിന്റെ ദാത്തിൽ, അള്ളാഹിന്റെ റഹ്മത്ത് എന്ന് പറയാൻ മനുഷ്യന്റെ റഹ്മത്ത് തമ്മിൽ വ്യത്യാസമുണ്ട്, ഹഖീഖത്ത് നിലക്ക് വ്യത്യാസമുണ്ട്. ഹഖീഖത്ത് നിലക്ക് മുഖ്തലിഫാണ്. മഖ്ലൂക്കുകളുടെ ദാത്തിലുള്ള റഹ്മത്തും അള്ളാഹിന്റെ ദാത്തിലുള്ള റഹ്മത്തും മുഖ്തലിഫാണെങ്കിലും ഏകദേശം നമുക്ക് രൂപം നമുക്ക് കിട്ടും. അതുകൊണ്ട് റഹ്മത്തിന്റെ ആസാറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ്. ഫൈദാ ഖീല ലക ഇന്നഹു ലാ യഹുദ്ദുഹു മക്കാനു വലാ സമാനു, അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് എന്നോട് പറയപ്പെട്ടാൽ അള്ളാഹു തആലക്ക് സ്ഥലകാലമില്ല, അവനൊരു സ്ഥലം പരിമിതപ്പെടുത്തുകയോ സമാനിക്ക് വിധേയനോ അല്ല എന്ന് നിന്നോട് പറയപ്പെട്ടാൽ ഫഹാദാ മാലാ തുദ്രിക്കു, അത് നിനക്ക് അതിനൊരു മിസാൽ നിനക്ക് കാണാൻ സാധിക്കൂല. ഈ ലോകത്തിലേക്ക് എവിടെ നോക്കിയാലും അതിനൊരു മക്കാന് വേണം, ഒരു സമാന് വേണം. എന്നാൽ മക്കാനും സമാനും ഇല്ലാത്തതാണ് എന്നുള്ളത് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന് കാരണം ഈ പ്രപഞ്ചത്തിൽ അത്തരത്തിലുള്ള ഒരു വസ്തു ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നിന്റെ ഖയാലിൽ അത്തരത്തിലുള്ള ഒരു സൂറത്ത് ഇല്ല. ലിയന്നക ലാ തഹ്തഫ്ളു ഫീ ദിഹിനിക ബിഅയ്യി മാനൻ ഔ സൂറത്തിൻ ലിഹാദിഹി സിഫത്ത്, ഈ ഗുണത്തിനുള്ള ഒരു സൂറത്തോ ഒരു മാനന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ബിസബബി അൻഹാ സിഫത്തുൻ ഖാസത്തുൻ ബിദാത്തിഹ, അത് അള്ളാഹുവിനിക്ക് മാത്രമുള്ള ഒരു സിഫത്താണത്. അത് മുംകിനാത്തിന്റെ സിഫത്തല്ല, അത് അള്ളാഹുവിനിക്ക് മാത്രമുള്ള സിഫത്താണ്. അതുകൊണ്ടാണ് നിനക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെന്ന് നീ ഗ്രഹിക്കുക. വകദാലിക ഇദാ ഖീല ലക ഇന്നഹു സുബ്ഹാനഹു വതആല, അതുപോലെ നിന്നോട് പറയപ്പെട്ടാൽ അല്ലാഹു തആല ഖദീമാണ്, ലാ അവ്വല ലഹു, അവനിക്ക് തുടക്കമില്ലാത്ത, എന്നുവെച്ചാൽ അവന്റെ വുജൂദിനിക്ക് തുടക്കമില്ലാത്ത ഖദീമാണ് നിന്നോട് പറയപ്പെട്ടാൽ ഫഅൻത തദ്ഹബു, നീ പോകുന്നത് ലിതതഖയ്യല സൂറത്ത അദമുൽ അവ്വലിയ, തുടക്കമില്ലായ്മ എന്നുള്ളതിന്റെ രൂപം നിന്റെ ഹൃദയത്തിൽ ഭാവിക്കാനാണ് നീ പോകുന്നത്. എന്താണ് തുടക്കമില്ലാത്ത ഒന്നോ എന്ന് നീ ചിന്തിക്കുന്നത്? എന്തുകൊണ്ട്? അത് അങ്ങനെ ചിന്തിക്കുന്നത് നിന്റെ പരിസരങ്ങളിൽ, നിന്റെ
ആലമിൽ അതിനുള്ള മിസാലില്ലാത്തത് കൊണ്ട് ഫലാ തസ്തതിഉ അൻ തഖയ്യല തസവ്വറ ദാലിക, അതുകൊണ്ട് തന്നെ നിനക്ക് ഒരിക്കലും ഇത് ഭാവിക്കുവാനോ രൂപപ്പെടുത്തുവാനോ സാധ്യമല്ല. ഇത് ഇന്നഹു മാനൻ താരിൻ അലാ മുഖയ്യലതിക ലം തസ്ബിഖു റുയത്തുൽ ഹഖീഖത്തി, കാരണം ഈ ഒരു ആശയം നിന്റെ ഖയാലിൽ പുതുതായി വന്ന ഒരു ആശയമാണ്. അതിരിക്കത്തില്ല അതിന്റെ ഹഖീഖത്തിനെ കാണുകയോ ആ ഹഖീഖത്തിനോട് നീ ഇടപഴകുകയോ ചെയ്തിട്ടില്ല. അതാണ് ലം തസ്ബുഖു റുയത്തുൽ ഹഖീഖത്തി, അതിന്റെ ഹഖീഖത്തിനെ കാണാൻ സാധിച്ചിട്ടില്ല. ഔ മുമാറസത്തുൽ ലഹു ബിദാത്തി, അല്ലെ സ്വന്തം ദാത്ത് കൊണ്ടിട്ട് അതിനോട് ഇടപെടാൻ സാധിക്കാത്തൊരു വിഷയമാണ് സമാനും മക്കാനും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ഖയാലിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരികയാണ്. വലിദാലിക ഫലാ മത്മഅ ലിഅൻ യഹ്ദമ ഖയാലുക തസവ്വുറുക ഹാദൽ മാന, അതുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ല നിന്റെ ഖയാലിന്റെ തസവ്വുറ്, നിന്റെ ഭാവന, നിന്റെ തസവ്വുറ് ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളാൻ യാതൊരു പ്രതീക്ഷയും നീ വെക്കണ്ട. അപ്പൊ നിന്റെ ഖയാല് കൊണ്ട് തസവ്വുറാക്കാൻ ശ്രമിക്കണ്ട. ഒരു ജന്മന അന്ധനായി ജനിച്ചവനിക്ക് നിറങ്ങളും അതുപോലെ വർണ്ണങ്ങളും ഉണ്ട് എന്നുള്ളത് അവൻ ഗ്രഹിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് നീ ഗ്രഹിച്ചു കഴിഞ്ഞു. പക്ഷെ അവന് ഈ അന്ധനെ കുറിച്ച് വർണ്ണങ്ങൾ എങ്ങനെയെന്ന് തസവ്വുറാക്കാൻ സാധിക്കാത്തതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടുള്ള സമാനില്ല മക്കാനില്ല എന്നുള്ളത് തസവ്വുറാക്കാൻ ശ്രമിക്കണം. അത് നിന്റെ ആലമിൽ പെട്ട വിഷയമല്ല, അത് മുജറാത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മിസാലോ ഖിയാസോ ഈ ദുനിയാവിൽ ഇല്ലാത്തത് കൊണ്ടാണ്. വൈറ അന്ന മിന സഹലി അലൈക ജിദ്ദൻ, പക്ഷേ എങ്കിലും വൈറ അന്ന മിന സഹലി അലൈക ജിദ്ദൻ വഖദ അദറക്ത ഹാദിഹിൽ ഹഖീഖത വഅമൻത ബിഹാ അൻ തരീഖിൽ ബുർഹാനിൽ ഇൽമി അല്ലദി ദക്കർനാഹു, നമ്മൾ പറഞ്ഞതായിരിക്കുന്ന ഇൽമിയ ബുർഹാൻ മുഖേന നീ വിശ്വസിച്ച ഒരു ഹഖീഖത്തെ നീ ഗ്രഹിച്ചു കഴിഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമിയ നമ്മൾ എന്ത് ചെയ്ത് ശാസ്ത്രീയമായിട്ട്, അതായത് നമ്മൾ തസൽസലും ദൗറും ഒക്കെ ബാത്തിലാക്കിക്കൊണ്ട് അള്ളാഹുവിനിക്ക് ഖിദമ് വേണമെന്ന് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു, ഹഖീഖത്ത് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു, ഈ ഹഖീഖത്ത് നീ ഗ്രഹിച്ചു കഴിഞ്ഞു. അത് എന്നിരിക്കെ നിനക്ക് എളുപ്പമാണ് അൻ തതയഖനഹ വ തഅതഖദ ബിഹാ ഇതിഖാദൻ ജാസിമൻ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. ഈ ഒരു ഹഖീഖത്ത് നീ ഉറപ്പിക്കണം, നീ അതുകൊണ്ട് വിശ്വസിക്കുകയും വേണം. ജാസിമൻ ഉറച്ചു വിശ്വസിക്കുകയും വേണം. ദൂരാൻ തന്നൂറ ഇംകാന തസവ്വുറിക്കലഹ, നീ അതിനെ തസവ്വുറാക്കാൻ സാധ്യമാണോ എന്നുള്ളതിലേക്ക് നോക്കാതെ തസവ്വുറാക്കാൻ സാധ്യമാരേ വിശ്വസിക്കുന്നു എന്നുള്ളത് അത് യുക്തിവാദി നിരീശ്വരവാദികളുടെ വിവരമില്ലാത്ത വാദമാണ്. അതിലേക്ക് നീ കടക്കാതെ ഞാൻ ഹഖീഖത്ത് ഉണ്ട് എന്ന് ഗ്രഹിച്ച സ്ഥിതിയിൽ ഞാൻ ഉറപ്പിക്കണം. ലിയന്നമന സഹലി അലൈക, എന്തുകൊണ്ട് നിനക്ക് എളുപ്പമാണ് അൻ തഫ്ഹമ അന്ന അഖ്ലക ലം യസ്തഉബ് ജമീഅ ഹഖായിഖിൽ വുജൂദി, നിന്റെ അഖലിനിക്ക് പ്രപഞ്ചത്തിലെ മുഴുവൻ ഹഖീഖത്തുകൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാലോ. അതുകൊണ്ട് നിനക്ക് അറിയാത്തതിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഹക്കിൽ അത് ഇദ്റാക്കിയാൻ പറ്റും. വാന്ന ഫിക്റക ലം യുസജ്ജ ജമീഅ സുവരിഹി വ അഷ്കാലിഹി, പ്രപഞ്ചത്തിലെ ഹഖീഖയുടെ മുഴുവൻ ശക്ലുകളും മുഴുവൻ സൂറത്തുകളും നിന്റെ ഫിക്റിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതും നിനക്ക് അറിയാമല്ലോ, നിനക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ. വഫീ ദാലിക യഖൂലു ഫലാസിഫത്തു വആമത്തുൽ ഉഖലാഇ വൽ ബാഹിസീന, അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ ദാർശനികന്മാരും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമാന്മാരും ബുദ്ധിജീവികളും വൽബാഹിസിന ഗവേഷകന്മാരും എല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്മുൽ വിജ്ദാനിൽ ശൈഇ ലാ യസ്തൽസിമു അദ്മ വുജൂദിഹി ഫിൽ വാഖി, ഒരു വസ്തുവിനെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ എത്തിച്ചിട്ടില്ല എന്നുള്ളത് ആ വസ്തു യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതിനെ എന്താക്കൂല, അനിവാര്യമാക്കൂല. നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നുള്ളൂ. നമ്മുടെ അഖലിനിക്ക് അത് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അത് എത്തിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അഖലി ഇദ്റാക്ക് ചെയ്യാൻ സാധിക്കെങ്കിലും നമ്മളെ ഖയാലിനിക്ക് അത് ഇദ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അഖലി കൊണ്ട് ഇദ്റാക്ക് ചെയ്യാൻ പറ്റും, ഖയാല് കൊണ്ട് അത് തസവ്വുറാക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരു വസ്തുവിനെ തസവ്വുറാക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അത് വാഖിയിൽ ഇല്ല എന്നുള്ളതിന് അത് അനിവാര്യമാക്കൂല എന്നുള്ള എല്ലാവരും പറയുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാന്നല്ലാതെ അത് ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റും. സംഗതി കണ്ടിട്ടില്ല എന്നുള്ളത് ഇല്ല എന്ന് ഒരാൾക്ക് പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇവിടെ ഫലഖ്ലു ഇന്നമാ യദ്റുകു ബിവാസിതത്തി നവാഫിദിൽ ഹവാസിൽ ഖംസി, 5 പഞ്ചേന്ദ്രങ്ങളുടെ ജാലകങ്ങൾ മുഖേനയാണ് അഖലിന് ഇദ്റാക്ക് നടക്കുന്നത്. വൽ ഹവാസുൽ ഖംസു തഹസു ബിഖദ്രിൻ മഹദൂദിൻ, പഞ്ചേന്ദ്രങ്ങൾ മുഴുവനും ഒരു മഹദൂദായ ഒരു നിശ്ചയിക്കപ്പെട്ട കദർ അനുസരിച്ചുകൊണ്ടാണ് ഹവാസ് ഉള്ളത്. നമ്മുടെ കണ്ണിന് പ്രത്യേക ഒരു റേഞ്ചിന്, ആ റേഞ്ചിന്റെ അപ്പുറത്തുള്ളത് കണ്ണിന് കാണാൻ സാധ്യമല്ല. നമ്മുടെ കേൾവിക്ക് ഒരു റേഞ്ചിന് അപ്പുറത്തുള്ളത് കേൾക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ബുദ്ധിക്കും അതിന്റെ തൗറിനപ്പുറത്തുള്ളത് ചിന്തിക്കാൻ സാധ്യമല്ല. വൈലാ മസാഫത്തിൻ മഹദൂദത്തിൻ, ഒരു നിശ്ചിത പരിധി വരേക്കുമുള്ള മഹദൂദുമാണത്. മഹദൂദും അതുപോലെ തന്നെ മുഖദ്ദറുമാണ്. ഫഹല്ലാദാ യാനി അന്നമാ വറാ ഹാദൽ മഹദൂദി ഹുവല്ലാ ഷൈ, നമ്മുടെ കണ്ണിനും കാഴ്ചക്കും കേൾവിക്കും എല്ലാ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട് എന്ന് കരുതിയിട്ട് അതിന്റെ അപ്പുറത്തൊന്നുമില്ല എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ.
അതുകൊണ്ടിട്ട് ഇതിന് നിഷേധിക്കാൻ നിൽക്കണ്ട. നിന്റെ ഖയാലിൽ നിന്റെ വഹമിൽ ഇല്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയണ്ട. ഇബ്നു തൈമിയൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ വഹമിലും ഖയാലിലും മനസ്സിലാക്കാൻ സാധിക്കും. വഹമിന് ഖയാലിന്റെ അപ്പുറത്തിൽ വഹമിനും ഖയാലിനും ഉൾക്കൊള്ളാൻ പറ്റാത്തൊന്നും മാദൂമാണ് എന്നാണ് ഇബ്നു തൈമിയ പഠിച്ചത്. നമ്മൾ കാശിഫ് സഗീറിൽ പഠിച്ചിട്ടുണ്ട്. ഖയാല് വഹമിന്റെ അപ്പുറത്തുള്ളതൊക്കെ അത് അന്നും ഒക്കെ മാദൂമാണ്. ഖയാൽ തഖയ്യിലാക്കുവാനും തവഹുമ് ചെയ്യാൻ സാധിക്കുന്നത് മൗജൂദുള്ളൂ, അതല്ലാത്തതൊക്കെ മാദൂമാണ് എന്ന നിലപാടാണ് ആർക്കുള്ളത് ഇബ്നു തൈമിയക്കുള്ളത്. അപ്പോൾ നമ്മൾ സലഫ് സാലിഹുകൾ കാലഘട്ടം മുതലേ പറഞ്ഞു വരുന്ന ഒരു കൗലുണ്ട്. എന്താ? കുല്ലു മാ ഖതറ ബിബാലിക ഫല്ലാഹു ബിഖിലാഫി ദാലിക. നിന്റെ ബാലിൽ നിന്റെ ഹൃദയത്തിൽ തോന്നുന്നതൊന്നുമല്ല അല്ലാഹു. കാരണം നിന്റെ ഹൃദയത്തിൽ തോന്നുന്നതൊക്കെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുമായി കൂടി തുലനം ചെയ്തത് മാത്രം. അതിനൊക്കെ സ്ഥലവും കാലവുമുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ നിന്റെ ഖയാലുള്ളതിനോട് ഖിയാസാക്കിയിട്ട് പറയേണ്ടതില്ല. കുല്ലുമാ ഖതറ ബിബാലിക, നിന്റെ ബാലിൽ തോന്നിയതെല്ലാം തന്നെ ഫല്ലാഹു ബിഖിലാ, അത് അള്ളാഹു അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. നിന്റെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു രൂപവുമല്ല അള്ളാഹു താല, നിന്റെ ഭാവനയിൽ വരുന്ന ഒരു മാതൃകയുമല്ല അള്ളാഹു എന്ന് ഇനി മനസ്സിലാക്കും. ഇത് പഴയ കാലത്തെ സലഫ് സാലിഹ്യങ്ങൾ പറഞ്ഞ. പക്ഷെ ഇബ്നു തൈമിയ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ എതിർക്കുകയാണ്. ഈ പറഞ്ഞത് എന്തല്ല, കൃത്യമല്ല, അതിൽ നിഗൂഢതകൾ ഉണ്ട് എന്നാണ് ഇബ്നു തൈമിയ പറയുന്നത്. സ്വാഭാവികമാണ്, കാരണം തജ്സീമിന്റെ മദ്ഹബ് വിശ്വസിക്കുന്ന ആളാണ് ഇബ്നു തൈമിയ. അതുകൊണ്ട് തന്നെ ഖയാലും വഹമും എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഖയാലും വഹമിലുള്ളതേ മൗജൂദുള്ളൂ എന്ന് പറയുന്ന ഒരാൾക്കിങ്ങനെ ഈ നിന്റെ ഖയാലിൽ വരുന്നതൊന്നും അള്ളാഹു അല്ല എന്നിങ്ങനെ വിശ്വസിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ സലഫ് സാലിഹുകളുടെ കൗലിനെ എതിർക്കാനുള്ള കാരണവും എന്താണ്? വഹമിനും ഖയാലിനും അഖലിനില്ലാത്ത, അല്ല അഖലിനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല. ഇബ്നു തൈമിയുടെ വാദമാണല്ലോ, അഖലിനിക്ക് പ്രത്യേകമൊന്നുമില്ല. അത് വഹമിലൂടെ ഹവാസിലൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക, അത് തെർക്കീബ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്കില്ലാത്ത സ്വതന്ത്രമായിരിക്കുന്ന ഒരു കഴിവുകൾ, അറിവ് ബുദ്ധിക്ക് ലഭിക്കില്ല എന്നാണ് ഇബ്നു തൈമിയുടെ നിലപാട്. ആ വസായിൽ മാരിഫ തന്നെ തെറ്റാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പോരുന്ന ഒരു വാദമാണ് ഇത് കുല്ലുമാ ഖതറ ബിബാലിക ഫല്ലാഹു ബിഖിലാഫി ദാലിക എന്നുള്ള കൗലി ശരിയല്ല എന്നുള്ള ഇബ്നു തൈമിയുടെ വാദവും നമുക്കത് തീർത്ത് പറയാൻ സാധിക്കും. അഖലിനിക്ക് ഖയാൽ നമ്മുടെ ഹിസ്സ് കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, അഖൽ കൊണ്ട് ഇതറാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ അനിഷേധ്യമാൻ തെളിയിച്ച കാര്യമാണ്. എന്താണ്? അസ്ബാബുൽ ഇൽമി സലാസത്തിന് എന്നാണല്ലോ അഖലി എന്നുള്ളത്. ഹവാസും അഖലും, ഹവാസിനില്ലാത്ത ചില കാര്യങ്ങൾ അഖല് കൊണ്ട് ഇതറാക്കാൻ സാധിക്കുന്നു നമ്മൾ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ വാദം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയക്ക് ഒരു മക്കാനിൽ, ഒരു സ്ഥലകാലത്തിന് അതീതനായ ഒരു ഇലാഹിനെ ഇബ്നു തൈമിയക്ക് തസവ്വുറാക്കാൻ സാധ്യമല്ല എന്ന് വന്നത് ഇതുകൊണ്ടാണ്. നമുക്കത് കഴിയും. സ്ഥലകാലങ്ങൾക്ക് അതീതനായ ഒരു അള്ളാഹു നമുക്ക് തസവ്വുറാക്കാൻ സാധിക്കും, എന്നുവെച്ചാൽ നമുക്ക് ഇദ്റാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.